അറസ്റ്റ് നിയമവിധേയം. ഇതിനകത്ത് എൻ്റെ വിഷയാവതരണത്തിൽ അല്പസ്വല്പം അപാകത ഉണ്ടാകും. കാരണം ഞാൻ 95-ലെ ക്രിമിനൽ പ്രാക്ടീസ് നിർത്തിയാണ്. അപ്പോൾ എന്നേക്കാൾ പ്രഗത്ഭന്മാരായ ക്രിമിനൽ ലോയിൽ ഇവിടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും പിശകുകളുണ്ടെങ്കിൽ അത് എൻ്റെ കാഴ്ചപ്പാടാണ്, എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. അത് മാറ്റമാണെങ്കിൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഹമീദ് സാറ് സൂചിപ്പിച്ചതുപോലെ സംവാദകർ തമ്മിൽ ചർച്ചയില്ല, സംവാദകർ ക്ഷോഭിക്കാനും പാടില്ല. ഒരു സംവാദകൻ ക്ഷോഭിച്ചാൽ അതിൻ്റെ അർത്ഥം ആ സംവാദകൻ പരാജയപ്പെട്ടു എന്നാണ്. സംവാദകൻ അഭിസംബോധന ചെയ്യുന്നത് ജനറൽ പബ്ലിക്കിനെയാണ്. അപ്പോൾ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹസംവാദകരെ അഭിസംബോധന ചെയ്തല്ല ഞാനിത് വിഷയം പറയുന്നത്. അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെ അഭിഭാഷക കൾട്ടിന് മൊത്തത്തിലാണ്. ഇപ്പോൾ ഇവിടുത്തെ വിഷയം അറസ്റ്റ് കോടതിക്കകത്തുള്ളത് നിയമവിധേയമാണ്. അസന്ദിഗ്ധമായി എൻ്റെ അഭിപ്രായം, ഒരു അഭിഭാഷക ഓഫീസിൽ ഒരു പ്രതി പോലീസ് കസ്റ്റഡി ഭയന്ന് ഒരു അഭിഭാഷക ഓഫീസിൽ ഒരു പ്രതി വരികയും ഞാൻ കോടതിയിൽ സറണ്ടർ ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് പറയുന്ന ആ മോമെൻറ്റിൽ അയാളുടെ ഇൻറ്റൻഷൻ ടു ഈൽഡ് ടു ദി കോർട്ടാണ്. അപ്പോൾ ഒരു അഭിഭാഷകൻ്റെ ഓഫീസിൽ ഞാൻ കോടതിയിൽ സറണ്ടർ ചെയ്യാൻ വന്നു എന്ന് പറയുന്നതോടുകൂടി he is yielding to the jurisdiction of that court. From that moment up to his surrender before the court, no police officer can arrest him at any moment. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒപ്പിയത്. അതിനെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള നമ്മുടേതായ സുപ്രീം കോടതി റൂളുകളുണ്ട്. അഭിഭാഷക ഓഫീസിൽ ഒരു പ്രതി സറണ്ടർ ചെയ്യാൻ ചെന്നാൽ അതിൻ്റെ അർത്ഥം അയാൾ കോർട്ട് ജൂറിസ്ഡിക്ഷനെ ഈൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കോർട്ട് ജൂറിസ്ഡിക്ഷനെ ഈൽഡ് ചെയ്യാൻ ഒരു പ്രതി ആഗ്രഹിച്ചാൽ ഹിസ് മെൻസ് റിയ ഈസ് നോട്ട് ടു അബ്സ്കോണ്ട്, ഹിസ് മെൻസ് റിയ ഈസ് ടു സറണ്ടർ. സോ ഇറ്റ് ഈസ് ദ മാജിസ്ട്രേറ്റ് or it is the surrendering magistrate to decide what to do, whether he may be released on bail or he may be remanded to the custody, either judicial custody or police custody. So as a preface, രാമുഖം എന്നുള്ളതിൽ എൻ്റെ അഭിപ്രായം, ഈ അറസ്റ്റ് കോടതിക്കകത്ത് വെച്ചാണെങ്കിലും നമ്മുടെ ബാറിൽ കഴിഞ്ഞ സമയങ്ങളിലുണ്ടായ അലക്സിൻ്റെ ഓഫീസിൽ നിന്ന് പ്രതിയെ ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ പോലീസ് തപ്പിക്കൊണ്ടുപോയി അറസ്റ്റും ഇറ്റ് ഈസ് പെർസി ഇല്ലീഗൽ ആൻഡ് ഇറ്റ് ഈസ് അഗൻസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ക്രിമിനൽ പ്രൊസീജിയർ ആൻഡ് ദ പ്രൊപ്രൈറ്റി. അതാണ് എന്നെ സംബന്ധിച്ചുള്ള അഭിപ്രായം. ഇതിന് സമാനമായൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ നാരായണ പ്രസാദിൻ്റെ ഒരു പ്രതിയെ ഈ മജിസ്ട്രേറ്റ് കോടതിയുടെ ഫ്രണ്ടിൽ നിന്ന് ബലമായ ശശികുമാർ പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ, മാവേലിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ്, അദ്ദേഹം പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമം നടത്തി. ഇന്ന് സഖാവ് നയനാർ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അന്ന് ഞാൻ വാര്യർ സാറെ, നാരായണ പ്രസാദ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ശശി, അഡ്വക്കേറ്റ് ആർ മനോജ്, ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ 8 മരണപ്പെട്ടു പോയ മന്നതൻ വക്കീല് 8 പേർ തടഞ്ഞു. പോലീസുമായ ബലപ്രയോഗം ഉണ്ടായി, പ്രതി വിട്ടുകൊടുത്തില്ല. ബാറ് ബോയ്ക്കോട്ട് ചെയ്ത് വലിയ വിഷയമായി. അന്ന് വി വിജയൻ എന്ന് പറയുന്ന ഒരു IAS ഓഫീസർ, അന്ന് അദ്ദേഹം എക്സൈസ് വകുപ്പിൻ്റെ കമ്മീഷണറാണ്, സെക്രട്ടറി അല്ലേ, കമ്മീഷണർ സെക്രട്ടറി. അദ്ദേഹത്തെ ഇതിനെ സംബന്ധിച്ചൊരു കോഡ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തെ കമ്മീഷനായി ചുമതലപ്പെടുത്തി. നമ്മുടെ മാവേലിക്കര TV തന്നെ നിരവധി തവണ ഒന്ന് സിറ്റിംഗ് നടത്തി. ഞാൻ അടക്കമുള്ള ആളുകൾ പോയി ഇതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി മൊഴിയിൽ കൊടുത്തതാണ്. പക്ഷേ അത് പിന്നെ ഒന്നും ആകാതെ പോയി. അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് എനിക്കിതിനെ സംബന്ധിച്ച് ആമുഖമായി പറയാനുള്ളത്. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു റൂളിംഗ് ഞാനിത് പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഹോമി റസ്റ്റോഗി വേഴ്സസ് SI ഓഫ് ബെയിൽ. ഇത് 1944 ലാഹോർ കേസാണ്. അതായത് നമ്മുടെ പ്രിവി കൗൺസിൽ
1944 ലാഹോർ 196 വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. കാരണം അത് ജയപ്രകാശ് നാരായണൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ജയപ്രകാശ് നാരായൺ 1946 ആണ്, പ്രീ ഇൻഡിപെൻഡൻസ് ഈരയാണ്. 1946 ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ച്, DOI റൂൾസ് അനുസരിച്ച് ജയപ്രകാശ് നാരായണനെ അറസ്റ്റ് ചെയ്തു. കോടതി ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് അറസ്റ്റ് ചെയ്ത് JPയെ ലോക്കപ്പിലിട്ടു. JPക്ക് വേണ്ടി കേസ് ബെയിൽ പേപ്പർ മൂവ് ചെയ്യാൻ വേണ്ടി കോടതിയിലോട്ട് പോകുന്ന വഴിയിൽ അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്ന് ഫ്രം ഹിസ് വേ ടുവേർഡ്സ് ദ കോർട്ട്, കോടതി പരിസരത്ത് ചെന്നപ്പോൾ പോലീസ് ബൗൺസ്ഡ് അപ്പോൺ ഹിം ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. അഡ്വക്കേറ്റിനെ അറസ്റ്റ് ചെയ്തു, ബുക്കിംഗ് ഹിം അണ്ടർ DOIR ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ച് ഈ പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്യുക. ആ ഇഷ്യൂ പ്രിവി കൗൺസിൽ വരെ പോയി. പ്രിവി കൗൺസിൽ പറഞ്ഞത് in Homi Rastogi versus SI Beg 1944 Lahore 196, if an advocate is arrested on defense of India rules when he proceeded to take bail for Jayaprakash Narayan, the veteran socialist leader, when the counsel is appearing to file papers before the court, his arrest, if malified, should be criminal contempt and such SI should be prosecuted for. അങ്ങനെ വരുന്ന ആളിനെ പ്രോസിക്യൂട്ട് ചെയ്തിരിക്കണം, അത് മാലിഫൈഡ് ആണ് അറസ്റ്റെങ്കിൽ. അപ്പോൾ ഇതും കൂടി നമ്മൾ ലിങ്ക് ചെയ്ത് നോക്കുക. റെക്സ് വേഴ്സസ് ആൻഡേഴ്സൺ, ഇത് നമുക്ക് കിട്ടാൻ പ്രയാസമുള്ള 1943 ടൈംസിൻ്റെ റിപ്പോർട്ടാണ്. 1943 ടൈംസ് റിപ്പോർട്ട് ചെയ്തതാണ് റെക്സ് വേഴ്സസ് ആൻഡേഴ്സൺ. അതിലും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ, ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഓവർലുക്ക്ഡ് ദാറ്റ് എ സ്ട്രോങ് ആൻഡ് ഓണസ്റ്റ് ജുഡീഷ്യറി, ഐ സ്ട്രെസ് അപ്പോൺ സ്ട്രോങ് ആൻഡ് ഓണസ്റ്റ് ജുഡീഷ്യറി, ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഓവർലുക്ക്ഡ് ദാറ്റ് എ സ്ട്രോങ് ആൻഡ് ഓണസ്റ്റ് ജുഡീഷ്യറി ഈസ് ആസ് മച്ച് ആസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഗവൺമെൻറ് മെഷീനറി ആസ് സ്ട്രോങ് ആസ് ഓണസ്റ്റ് എക്സിക്യൂട്ടീവ് in order to run the government successfully and well. The judiciary should be allowed to exercise its legislative function and mandate without any undue influence or interference on the part or by the part or from the part of the executive. Above, the judiciary should be allowed to work without fear, without threat, without influence from the executive. അപ്പം നമ്മൾ ഇതിനകത്ത് ബോധ്യപ്പെടാവുന്ന ഒരു കാര്യം, ഒരു ജുഡീഷ്യൽ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ ഡൺ ചെയ്യാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഉള്ള അറസ്റ്റ് പൾസർ സുനിയുടെ ആയിരുന്നാലും നിയമവിരുദ്ധമാണ് എന്നുള്ള ഭാഗത്താണ് എൻ്റെ ഒപ്പീനിയൻ. ദർ മേ ബി ഡിഫറൻസ്. രണ്ടാമത്തേത് സെക്ഷൻ 47, അത് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിനകത്ത് അപാകതയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം പരിഹരിക്കണം. കാര്യം ഐ ആം നോട്ട് വെൽ വേഴ്സ്ഡ് വിത്ത് ക്രിമിനൽ പ്രൊസീജിയർ നൗ. സെക്ഷൻ 47 ഇത് നമ്മുടെ അഡ്വക്കേറ്റ് എൻ്റെ ജൂനിയർ ആയിരിക്കുന്ന ഹരിപ്രസാദുമായി ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് എ ഗുഡ് പോയിന്റ്. സെക്ഷൻ 47 CRPC വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആ പുസ്തകമുള്ളവർ വായിച്ചാൽ മനസ്സിലാവും. അതായത് ഒരു പ്ലേസ്, ഒരു വീട്, ഒരു പ്ലേസ് ആണെങ്കിൽ ആ പ്ലേസിൻ്റെ ചാർജ് ഉള്ളയാൾ, വീടാണെങ്കിൽ ആ വീടിൻ്റെ ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ ആ ആളിനോട് ചെന്നിട്ട് ഇന്ന പോലെ ഒരാൾ അറസ്റ്റ് ഭയന്ന് അല്ലെങ്കിൽ അറസ്റ്റിൽ നിന്ന് മാറി ഇവിടെ വന്ന് ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സെർച്ച് ചെയ്ത് ഈ പ്രതിയെ പിടിക്കുന്നതിന് ഞങ്ങൾക്ക് അനുമതി തരണം. അവിടെ ഞാൻ സ്ട്രെസ് ചെയ്തത് ഫ്രം എനി പ്ലേസ് ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദാറ്റ് പ്ലേസ്, ആ പ്ലേസിൻ്റെ ചാർജുള്ള പേഴ്സൺ, വീടല്ല പ്ലേസ് ആണ്. ഇപ്പം ഈ ബാർ അസോസിയേഷനിലേക്ക് ഒരു പ്രതി ഓടിക്കേറി വന്നാൽ ബാർ അസോസിയേഷൻ്റെ ചാർജ് ഉള്ളത് നമ്മുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിൻസെന്റിനാണ്. വിൻസെന്റിനോട് ഞാൻ ഇവിടെ പ്രതി വന്നിരിക്കുന്നു, ഈ പ്രതിയെ ഞങ്ങൾക്ക് സെർച്ച് ചെയ്ത് പിടിക്കണം, അതുകൊണ്ട് അനുമതി തരണം എന്ന് ആദ്യം ചാർജ് ഓഫ് ദി പ്ലേസിനോട് പറഞ്ഞിരിക്കണം. ആ അനുമതി നിഷേധിക്കുന്നെങ്കിൽ മാത്രമേ
he can break open the door and he can take into custody the accused. അങ്ങനെയെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ഓപ്പൺ കോർട്ട്, ആ മജിസ്ട്രേറ്റ് കോർട്ട് ഈസ് എ പ്ലേസ്. പല നിയമ പണ്ഡിതന്മാർ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള ആളുകൾ പറയുന്നു ഇത് കോടതി കൂടാത്തതുകൊണ്ട് ഇത് കോടതിയല്ല എന്ന് പറയുന്ന ആ ഭാഷ ഏറ്റെടുത്താൽ പോലും ഇറ്റ് ഈസ് എ പ്ലേസ്. അത് കോർട്ട് ഹോളാണ്, അത് പ്ലേസ് ആണ്. ഹൂ ഈസ് ദ കസ്റ്റോഡിയൻ? ഹൂ ഈസ് ഇൻ ചാർജ് ഓഫ് ദാറ്റ് കോർട്ട് ഹോൾ? The person in charge of that court hall is the judicial magistrate. അപ്പോൾ ആ കോടതിക്കകത്തേക്ക് ഒരു പ്രതി ഓടിക്കയറിയിട്ടുണ്ടെങ്കിൽ ആ പ്രതിയെ സെർച്ച് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കോർട്ട് ഹോളിൻ്റെ കസ്റ്റോഡിയനായ മജിസ്ട്രേറ്റിനോട് അനുമതി ചോദിച്ചിരിക്കണം. അനുമതി ചോദിക്കാതെ ഉള്ള അറസ്റ്റ് ഇല്ലീഗലാണ്. അപ്പോൾ സെക്ഷൻ 47 വയലേഷൻ ഇതിനകത്തുണ്ട്. 2011 സുപ്രീം കോടതി SCC റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കേരളത്തിലെ ഏത് കോടതിയിലും, നൗഷാദിനറിയാം, നൗഷാദ് പറയുന്നത് കേട്ടതാണ്, കേരളത്തിലെ ഏത് കോടതിയിലും സറണ്ടർ ചെയ്യാനുള്ള അവകാശം ആ പ്രതിക്കുണ്ട്. He can surrender before any court. അപ്പം കൽപ്പറ്റയിൽ ഞാനൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ എനിക്ക് മാവേലിക്കര കോടതിയിൽ സറണ്ടർ ചെയ്യാം. മാവേലിക്കര ഞാനൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ ഐ ക്യാൻ സറണ്ടർ ബിഫോർ നെയ്യാറ്റിൻകര കോർട്ട്. എനിക്ക് നെയ്യാറ്റിൻകര കോർട്ടിൽ സറണ്ടർ ചെയ്യാം. അപ്പോൾ പൾസർ സുനി എവിടെ വെച്ച് ഒഫൻസ് കമ്മിറ്റ് ചെയ്താലും അയാൾക്ക് മാവേലിക്കരയോ എറണാകുളത്തോ ഏത് കോടതിയിലും സറണ്ടർ ചെയ്യാനുള്ള അവകാശമുണ്ട്. That is section 437. When a person accused of a non-bailable offense is arrested and brought before the court or appears before the court, there is no arrest. The word arrest is avoided. About section 47, section 1973 criminal procedure code post independence series ലോ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് കോംപ്രിഹെൻസീവ് ആക്ട് ആണെങ്കിൽ പോലും 1973 സുപ്രീം കോടതി 1897 99 ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ അതേ രീതിയിലുള്ള ഡ്രാഫ്റ്റിങ്ങും അതേ ലാംഗ്വേജിങ്ങും ആണ് എത്തിക്കുന്നത്. അപ്പോൾ 1973 CRPC സെക്ഷൻ 437, when a person alleged of a non-bailable offense arrested and brought before the court or appear before the court, that appear there is ruling. Appear means voluntary appearance. അപ്പോൾ എനിക്കെതിരെ നോൺ ബെയിലബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ I can voluntarily appear before a magistrate. That's my right as per the mandate of section 437 subclause 1. If I have got the mandate to appear before the court, then what prevented the magistrate either granting me bail or directing the police officer to produce before the competent court having the jurisdiction where the offence is committed? So here, what the magistrate did was an illegal, unreasonable and improper act of the magistrate. It is substantively illegal and it is substantively unreasonable and against all logical law. അപ്പോൾ ഇവിടെ കാണിച്ചത് 100% തെറ്റാണ്. പ്രതി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രതിയെ കോടതി സറണ്ടറിന് അനുവദിക്കണം. പ്രതിയെ കോടതിക്ക് റിമാൻഡ് ചെയ്യാനാണെങ്കിൽ റിമാൻഡ് ചെയ്യണം. ജാമ്യം കൊടുക്കാൻ ഒക്കുമെങ്കിൽ ജാമ്യം കൊടുക്കണം. ഇല്ല, കോടതി പറയുകയാണ് ഇയാൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ജൂറിസ്ഡിക്ഷനുള്ള കോടതിയിൽ ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടാൽ അവിടെ കൊണ്ട് ഹാജരാക്കണം. ഇനി ഇതിനകത്ത് മാധ്യമങ്ങളിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് ദി അക്യൂസ്ഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി കോർട്ട് ഹോൾ. അങ്ങനെ കോടതി മജിസ്ട്രേറ്റ് ഉത്തരവ്, ദ മജിസ്ട്രേറ്റ് എഴുതിയിരിക്കുന്ന ഉത്തരവ് ദി അക്യൂസ്ഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി കോർട്ട് ഹോൾ. അക്യൂസ്ഡിനെ കോർട്ട് ഹോളിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ പറയുന്ന മജിസ്ട്രേറ്റിന്റെ ഓർഡറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ റിമൂവൽ എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ലീഗൽ ആസ്പെക്റ്റിൽ റിമൂവൽ എവിടെ വരിക? ഇപ്പൊ കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ പോയാൽ ദാറ്റ് പേഴ്സൺസ് ക്യാൻ ബി റിമൂവ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കളക്ടറേറ്റ്. അവർക്ക് കസ്റ്റഡി എടുക്കാം. കോടതിക്കകത്ത് അപ്പോൾ പ്രസൻസ് ഇൻ ദ കോർട്ട് ഈസ് അഡ്മിറ്റഡ് ആണല്ലോ.
കോടതിയുടെ പ്രസൻസ് അഡ്മിറ്റ് ചെയ്തല്ലോ. അവിടെ ഓരോടൊന്നകത്തും സാങ്ഷൻ ഓഫ് ദി ചാർജ് ഓഫ് ദി മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ദർ ഈസ് പെർസെന്റ് ഇൻ ഇല്ലീഗാലിറ്റി ആൻഡ് ഇംപ്രോപ്രൈറ്റി ബൈ ദ കോർട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ അഡ്വക്കേറ്റ് ഓഫീസിൽ ചുമ്മാ അഡ്വക്കേറ്റ് ഓഫീസിൽ ഒളിക്കാൻ വേണ്ടി വന്നാൽ പിടിക്കാം, ഒളിക്കാനല്ലാതെ ഞാനൊരു കോടതിയിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് വരുന്നതെങ്കിൽ my definite answer is he cannot be arrested because his mens rea, എല്ലാ ക്രിമിനൽ കേസിന്റെ ഉള്ളടക്കം mens rea ആണ്. mens rea വെച്ചിട്ടില്ലേ ക്രിമിനൽ കേസ് ഉള്ളൂ. എല്ലാത്തിൻ്റെയും ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് mens rea. ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ ചുരുക്കുക, ദിസ് ഇസ് നോട്ട് എ പോലീസ് സ്റ്റേറ്റ്. ഒരു പോലീസ് സ്റ്റേറ്റിനും വെൽഫെയർ സ്റ്റേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രീ ഇൻഡിപെൻഡൻസ് ഏരിയയിൽ നമുക്കൊരു കോംപ്രിഹെൻസീവ് ക്രിമിനൽ ലോ ഇല്ലായിരുന്നു ബിഫോർ ബ്രിട്ടീഷേഴ്സ്. പല സംസ്ഥാനങ്ങൾ, പല രാജ്യങ്ങൾ, പല നാട്യരാജ്യങ്ങൾ, ആ നാട്യരാജ്യങ്ങളിലൊക്കെ നിയമങ്ങൾ വ്യത്യസ്തം, മോഷണം നടത്തുന്നവരെ പോലും വ്യത്യസ്തം, ആ അറസ്റ്റിനെയും ശിക്ഷയ്ക്ക് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ വ്യത്യാസം. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പ്രീ ബ്രിട്ടീഷേഴ്സ് പീരിയഡ്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് 1898 കോംപ്രിഹെൻസീവായിട്ടുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വരുന്നത്. അതിനുശേഷം നമ്മൾ there is evolution of law. Law is not static. Law can never be static. Law is science. Science can never be static, but religion is static. Religion എപ്പോഴും സ്റ്റാറ്റിക് ആണ്. അതിന് മാറ്റം ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും റിലീജിയൻ സ്റ്റാറ്റിക് ആയി തന്നെ നിൽക്കും. കാര്യം ഇല്ലെങ്കിൽ റിലീജിയൻ നിലനിൽക്കില്ല. So religion can be not static, but law is static. Not static is moving. At the same time science is also moving. അപ്പോൾ ഇവിടെ ഒരു എവല്യൂഷൻ ഓഫ് ലോ ഉണ്ടല്ലോ നമുക്ക്. ആ എവല്യൂഷൻ ഓഫ് ലോയിൽ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പോലീസ് സ്റ്റേറ്റിൽ നിന്ന് now our state is a welfare state. പോലീസ് സ്റ്റേറ്റ് എന്താ? പോലീസ് സ്റ്റേറ്റ് is that government is primarily concerned with the law and order of the state and against the external aggression. അതാണ് പോലീസ് സ്റ്റേറ്റ്. nothing more. ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാനത പാലിക്കാനും എക്സ്റ്റേണൽ അഗ്രഷനിൽ നിന്ന് ആ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള ഒരേ ഒരു ഉത്തരവാദിത്വത്തിൽ മാത്രം നിലനിൽക്കുന്ന പോലീസ് സ്റ്റേറ്റ്. അവിടെ അഗ്രഷൻ ഉണ്ടാകാം, അവിടെ പോലീസ് അട്രോസിറ്റീസ് ഉണ്ടാകാം, പോലീസ് എക്സസീവ്സ് ഉണ്ടാകാം, അതെല്ലാം ആണ്. പക്ഷേ വെൽഫെയർ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ there is some difference. വെൽഫെയർ സ്റ്റേറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്നത് law seeks to protect the life, liberty, as well as promotes the well-being and prosperity of the people. So that see the difference between a law state, between a police state and a welfare state. Welfare state ആകുമ്പോൾ law seeks to protect the life, liberty, as well as promotes the well-being and prosperity of the people. എൻ്റെ അവകാശം വാൾട്ടേറും റൂസോയും മൊണ്ടേസ്കിയും ഒക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉയർത്തിവിട്ട ആ ലിബറലിസം, ലിബർട്ടി, ആ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്വം, ആ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്വം അടങ്ങുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ മെസ്സേജിൽ പോലീസ് സ്റ്റേറ്റ് ഡിസപ്പിയർ ഇൻ ദ തിൻ എയർ. ആ പോലീസ് സ്റ്റേറ്റ് പോയി. വി ആർ ഇൻ എ വെൽഫെയർ സ്റ്റേറ്റ്. വി ഹാവ് ഗോട്ട് ലിബർട്ടി, വി ഹാവ് ഗോട്ട് ഫ്രീഡം, വി ഹാവ് ഗോട്ട് എവറിഥിങ്. We have protection against police atrocities or against all these illegalities. We have protection. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ നിന്നാണ് നിൽക്കുന്നത്. അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദ സ്റ്റാറ്റ്യൂട്ട്. അല്ലേ? അറസ്റ്റിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അറസ്റ്റിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബ്ലാക്സ് ലോ ഡിക്ഷണറിയാണ്. ബ്ലാക്സ് ആണ്. ബ്ലാക്സ് ലോ ഡിക്ഷണറിയിൽ ആ അറസ്റ്റ് എന്നുള്ള വാക്ക് എറ്റിമോളജിക്കൽ ഒറിജിനലിൽ കൊണ്ട് കാണാം ബ്ലാക്സ് അറസ്റ്റിനെ കണ്ടെടുക്കുന്നത്. അറസ്റ്റ് മീൻസ് അത് ലൈറ്റ്നിങ് അറസ്റ്റ്, ഒന്നിനെ തടഞ്ഞു നിർത്തുക, ഇടിവെട്ടി വരുന്നവനെ തടഞ്ഞു നിർത്തുക, അതാണ് ലൈറ്റ്നിങ് അറസ്റ്റ്. അപ്പോൾ അറസ്റ്റ് ചെയ്യുക മീൻസ് ബൈ എ ലോഫുൾ അതോറിറ്റി യുവർ ലിബർട്ടി ഈസ് സ്റ്റോപ്ഡ്. ഒരു നിയമപരമായ അതോറിറ്റി വഴി നിങ്ങളുടെ മൂവ്മെൻറ്റിനെ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ തടയുന്ന എന്തോ അതാണ് അറസ്റ്റ്. അതല്ല CRPCയിലും
IPCയിലും arrest is not defined. And there is difference between arrest and custody. Arrest and custody are not synonymous words. In every arrest there is a custody, but in every custody there is no arrest. അപ്പോൾ എല്ലാ അറസ്റ്റിനകത്തും ഒരു കസ്റ്റഡി ഉണ്ട്. അപ്പോൾ അറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന രീതിയിൽ അതൊരു സിമ്പിൾ മാറ്റർ അല്ല. സിമ്പിൾ മാറ്റർ അല്ല എന്ന് കാണണമെങ്കിൽ കേവലം നമ്മളൊരു അഭിഭാഷകന്റെ മാത്രം സൂചിപ്പിക്കുന്നതിനുള്ളതിനെ കണ്ടിട്ട് കാര്യമില്ല. ഒരു മോഡേൺ ഏജ്, ഇന്നലകളിൽ പോലീസ് സ്റ്റേറ്റിൽ അതിപ്രസരത്തിൽ ഉണ്ടായിരുന്ന ഇന്നലകളുടെ പോലീസ് സ്റ്റേറ്റിൽ മാറിയിട്ട് നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റിലേക്ക് നമ്മൾ ലോകവും മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ക്രിമിനൽ നിയമങ്ങൾക്ക് പോലും എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാത്തിനും മാറുന്ന എവല്യൂഷൻ അനുസരിച്ച് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനും അവൻ്റെ അഭിവാഞ്ഛകൾക്കും തടസ്സങ്ങളില്ലാതെ എല്ലാ മാനങ്ങളെയും അത് ലംഘിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ അതിർവരമ്പുകളെ പോലും ഉല്ലംഘിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്വൈരമായി സഞ്ചരിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആധുനികതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വേണം പുതിയ വെൽഫെയർ സ്റ്റേറ്റിനെ കാണുന്നുണ്ട്. ആ വെൽഫെയർ സ്റ്റേറ്റിനെ നമ്മൾ കാണുമ്പോൾ ഒരു പെറ്റി സബ് ഇൻസ്പെക്ടർക്ക് വന്ന് ഒരു കോടതിയിൽ സറണ്ടർ ചെയ്യുന്ന പ്രതിയെ, ഗുണ്ടകളെ കോടതി, അവൻ ഗുണ്ടയാണ് സമ്മതിക്കുന്നു, പക്ഷെ അവൻ ഗുണ്ടയാകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൂവ്ഡ് ബിയോണ്ട് ദ ഡൗട്ട്. അവിടെ പ്രിസംപ്ഷൻ ഓഫ് ഗിൽറ്റ് ഉള്ള ഓഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. പ്രിസംപ്ഷൻ ഓഫ് ഓഫൻസ് ഡിഫൻസ് ഉള്ള പ്രിസംപ്ഷൻ ഓഫ് ഗിൽറ്റ് ഉള്ള ഓഫൻസ് ആണെങ്കിൽ വി ക്യാൻ സേ ദേ ക്യാൻ ബി പ്രിസ്യൂംഡ്. പക്ഷെ അത് റൊമാനോ ജർമ്മനിക് ലോയിൽ ആ പ്രിസംപ്ഷൻ ഓഫ് ഗിൽറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷനും അവിടുത്തെ പ്രോസിക്യൂഷനും ഇറ്റ് ഈസ് 100% ഫുൾ പ്രൂഫ്. ഇവിടുത്തെ പോലല്ല. അപ്പോൾ ആ ഒരു ലോ ആണല്ലോ അവർ അപ്ലൈ ചെയ്യുന്നത്. റൊമാനോ ജർമ്മനിക് ലോ ആണല്ലോ അവർ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ വരുമ്പോൾ ആംഗ്ലോ സാക്സൺ ലോയിലേക്ക് വരുമല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വ്യവസ്ഥിതി, ഇതൊരു ലിബർട്ടിയാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ പരമാധികാരം. ആ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഒരു ലോഫുൾ അതോറിറ്റിയുടെ മാൻഡേറ്റ് കൊണ്ട് ആ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് എന്നെ അറസ്റ്റിയാക്കി മാറ്റണമെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് there should be minimum mandates and there should be minimum supportive pieces of law. Here it is illegal, act is illegal. അത് പിന്നെ കോടതി കൂടുന്നില്ല. അതുകൊണ്ടത് കോടതിയല്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ ഭോഷ്കും അസംബന്ധവുമാണ്. കാരണം എ മാജിസ്ട്രേറ്റ് ഈസ് ഓൺ 24 hours ഡ്യൂട്ടി. വെളുപ്പിന് 2 മണിക്ക് ഒരു മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോലീസ് എന്നാൽ മജിസ്ട്രേറ്റിന്റെ ഭാര്യ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഭർത്താവ് ഉറങ്ങുകയാണ്, ഇപ്പം എൻ്റെ ഭർത്താവ് ഡ്യൂട്ടിയിലല്ല എന്ന് ഭാര്യയ്ക്ക് പറയാനൊക്കുമോ? അയാൾ ഉറക്കത്തിലാണെങ്കിലും ഹീ ഈസ് ഓൺ ഡ്യൂട്ടി. അപ്പം 24 hours ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു മജിസ്ട്രേറ്റിന് ഞാൻ ഡ്യൂട്ടിയിലല്ല, മജിസ്ട്രേറ്റ് ഇല്ലാത്തതുകൊണ്ട് കോടതിയുടെ ഹോള് സിനിമാ തിയേറ്ററാണ് എന്ന് പറയുന്ന ഉദര ക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അഭിഭാഷകർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനൊക്കുന്ന ആളുകളല്ല എന്ന് തന്നെയാണ് എൻ്റെ അതിൻ്റെ അഭിപ്രായം. സോ ടു കൺക്ലൂഡ്, എൻ്റെ കറക്റ്റ് ടൈം ആകാൻ പോകുന്നു. ടു കൺക്ലൂഡ്, that arrest is illegal. When an accused appears before the advocate with an intention, with a mens rea to surrender before the court, he is yielding to the jurisdiction of the court. Once he is yielding to the jurisdiction of the court, he is just like a receiver possession custodia legis. Just like that, he is in the custody of the court. When I produce him before the court, it is the court to decide what to do with that accused. Till then, that person cannot be arrested. And so, whatever be the things that happen, it is wrong, it is illegal, and that cannot be tolerated. It is violative of the law, liberty, and constitution.